കൊച്ചിയിൽ വന്നതിന് പിന്നിൽ യാതൊരു അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സും ഇല്ല. ഒഴിവാക്കാൻ പറ്റാത്ത 1-2 ഫംഗ്ഷൻസ് ഉണ്ട്, അത്രമാത്രം. നാളെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? പിന്നെ ഇന്ന് രാത്രി ഞാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. രാജിവെക്കുമോ? അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളുടെ ഭാവനയാണ്. ഭാവനയിൽ എന്തും കാണാമല്ലോ. ഇന്നത്തെ സുധീന്ദ്രമതവുമായി ബന്ധപ്പെട്ട് നന്ദൻ മേനോനെ അനുരാധ നന്ദനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല, അവർ മിസ്സിംഗ് ആണ്. പോലീസ് ഊർജിതമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഇത് കൊടുത്താലും അവര് ഞങ്ങളെ വെറുതെ വിടില്ല. സുധിക്ക് എന്താ സംഭവിച്ചത്? എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. ഒന്ന് ചെല്ലടാ. എനിക്കിത്തിരി വെള്ളം കുടിക്കണം. തനിക്ക് മൂത്രമൊഴിക്കണോ വെള്ളം കുടിക്കണോ അതാദ്യം തീരുമാനിക്കും. സാറ് ടെൻഷൻ അടിക്കണ്ട. അരമണിക്കൂറിനുള്ളിൽ മാഡം ഇവിടെ വരും. കൊണ്ടുവരാൻ നമ്മുടെ പയ്യൻ പോയിട്ടുണ്ട്. നന്ദന്റെ നമ്പറാ. അനു, അനു അവിടെ അപകടമാണ്. നീ ആ ചർച്ചിനടുത്ത് വേഗം മാറണം. നീ എന്നെ കുറിച്ച് കൊടുത്ത് ടെൻഷൻ ആവണ്ട. നന്ദൻ, അനു, ഞാൻ പറയുന്നത് കേൾക്കാമോ? അനു, അനു, നന്ദൻ, നീ ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യണം. പക്ഷേ അത് ഡു ഇറ്റ്. ഞാൻ പറയുന്നത് കേക്ക്. എന്താ അവിടെ നടക്കുന്നേ? അനു, നീ ടെലികാസ്റ്റ് ചെയ്യണം. ഡു ഇറ്റ്. അനു, പ്ലീസ്. അനു, ഡു ഇറ്റ്. അനു, ഡു ഇറ്റ്. സാറ് ചാവാൻ കരുതി കൂട്ടി ഇറങ്ങി തിരിച്ചാണോ? അതാണ് വിധിയെങ്കില് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ തോറ്റിട്ടാവില്ല. അനുവിനെ ഇനി നിങ്ങൾക്ക് കിട്ടില്ല. അവള് ഡൽഹിയില. എത്തിക്കേണ്ട സാധനം എത്തിക്കേണ്ട സ്ഥലത്ത് അവൾ എത്തിച്ചിരിക്കാം. നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോണില്ല. രക്ഷപ്പെടാൻ പോണില്ല. നമുക്ക് പോവാം. ആരാ സംസാരിച്ചത്? നന്ദനാണോ? ഞാൻ പറയാം. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പൊ ഇത് ഡോണ്ട് കൺഫ്യൂസ് മീ. വണ്ടി എടുക്ക് പ്ലീസ്. എന്തായടാ? ഇവിടെ ഒരു പുന്നാരമോളം വന്നില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? ഏതായാലും നീ ബൈക്കിൽ നേരെ ഇങ്ങോട്ട് വരണ്ട. സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് ആലുവയിൽ ഇറങ്ങിയാൽ മതി. എത്താറാവുമ്പോൾ ഞാൻ ആരെങ്കിലും വിടാം. എന്തോ ഒരു കളി മണക്കുന്നുണ്ട്. മനസ്സിലായി. അത് ഞാൻ നോക്കിക്കോളാം. ഡൽഹിയിലോ? അങ്ങനെയാ ശിവൻ പറഞ്ഞത്. അതിനുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം നമ്മുടെ ഒബ്സർവേഷനിലാണ്. ഇതാ വക്കീലിന്റെ ബുദ്ധിയാ. അതിന്റെ അർത്ഥം അവള് കൊച്ചി തന്നെ ഉണ്ടെന്നാണ്. നമസ്കാരം. കുറെ ആയല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ തവണ വന്നപ്പോ ഒരു നിവേദനം എഴുതി തരാൻ പറഞ്ഞിരുന്നു. ഇതാ. ഓ, ആ കേസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ശരി, എന്നാ വരട്ടെ. സ്വാമി, നമ്മൾ അറിയാതെ ആ ചാനലിലേക്ക് ഉരീച്ച പോലും കയറരുത്.
സിറ്റിയിലെ മുഴുവൻ പോലീസും അവളുടെ പുറകെ ഉണ്ടാവണം. ഉം. എല്ലാ പഴുതുകളും നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ്. ഞാൻ നോക്കിക്കോളാം. ശരി. എന്താ റൂബി, പുറത്തൊരു പോലീസും ബഹളമൊക്കെ? അറിയില്ല സർ, ഇവിടെ ഒരു ഇന്റിമേഷനും ഇല്ല. ആഹാ, അത് കൊള്ളാലോ. അനു, എന്തൊക്കെ കേൾക്കുന്നത്? വേർ ആർ യു? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല അലക്സ്. ദിസ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ഐ ഹാവ് എ ഹോട്ട് ന്യൂസ്. അതിന്റെ പേരിലാണ് അവരെന്നെ മർഡറിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. പ്ലീസ് ബിലീവ് മീ. റിലാക്സ്, റിലാക്സ്. എന്ത് ഹോട്ട് ന്യൂസ് ആണ്? ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് അലക്സിനെ ഉടനെ കാണണം. ഇവിടെ മുഴുവൻ പോലീസുകാരാണ്. എന്തോ ബോംബ് ഭീഷണിയാണെന്ന് അവർ പറയുന്നത്. പക്ഷെ എന്റെ സംശയം അവരുടെ ടാർഗറ്റ് താനാണെന്നാണ്. യു ഡു വൺ തിങ്. വീഡിയോ ക്ലിപ്പാണെങ്കിൽ അതെനിക്ക് മെയിൽ ചെയ്യും. എത്ര കോൺട്രവേഴ്സൽ സംഭവമാണെങ്കിലും നമുക്ക് നോക്കാം. പോരാത്തതിന് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് ചെയർമാനും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അയക്കാം. പക്ഷെ അലക്സ്, ഈ സെക്കൻഡിൽ തന്നെ ഇറ്റ് ഷുഡ് ഗോ ഓൺ എയർ. ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്പെയർ ചെയ്യാനില്ല. ഐ പ്രോമിസ്, ഐ വിൽ ഡു ഇറ്റ്. ഐ യു സെൻഡിങ്? യെസ്. ആരാ ഇത്? ചാനലിൽ എന്റെ സീനിയർ പ്രൊഡ്യൂസറാ അലക്സ് കോശി. അവിടെ മുഴുവൻ പോലീസുകാരാന്ന് അലക്സ് പറയുന്നത്. ഞാനിത് അലക്സിന് സെൻഡ് ചെയ്യാല്ലേ? ഇനി അലക്സ് വേണ്ടത് ചെയ്തോളൂ. അതിനുശേഷം ഒരു മനുഷ്യജീവനും മാറങ്കര പ്രദേശത്ത് ബാക്കിയുണ്ടാവില്ല. ആർക്കും മറിച്ചൊന്ന് ചിന്തിക്കാൻ ചെറിയൊരു സ്പേസ് പോലും ബാക്കി വെക്കാതെ വളരെ ദാരുണമായ ഒരു അപകടം. ഹലോ ഹലോ അലക്സ്. ഹലോ അലക്സ്, കിട്ടിയോ അലക്സ്? ഐ ആം സോറി അനു, വി കാൻ എയർ ഇറ്റ്. എനിക്ക് ധൈര്യമില്ല. ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. നോ, ഡോണ്ട് അലക്സ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സോറി. ഹലോ ഹലോ അലക്സ്. അലക്സിന് അത് ടെലികാസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലെന്ന്. അലക്സിന്റെ മൊബൈൽ നോട്ട് റീച്ചബിൾ ആണ്. ചാനലിലുള്ള മറ്റാരെങ്കിലും വിളിച്ച് പറഞ്ഞാലോ? നോ, അലക്സിന് ഇല്ലാത്ത ധൈര്യം അവിടെ മറ്റാർക്കും ഉണ്ടാവില്ല. നമുക്കിത് മറ്റേതെങ്കിലും ചാനലിലേക്ക് അയച്ചാലോ? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അവരിതിൽ കൺവിൻസ്ഡ് ആയി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിരിക്കും. ഹലോ തങ്കമ്മ. സഹായിക്കാന്ന് പറഞ്ഞ് ചതിക്കരുതല്ലേ ഞങ്ങളെ. എന്ത് തെറ്റാ ഞങ്ങളുടെ സുധി നിങ്ങളോട് ചെയ്ത്? ഇനി ഇങ്ങോട്ടെങ്ങനെ നിങ്ങളെ കണ്ടുപോയാ കൊന്നളയും ഞങ്ങള്. അതല്ല തങ്കമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. വലിയൊരു അപകടം സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും അവിടുന്ന് മാറണം. ഹലോ ഹലോ. എന്താ? സണ്ണി ഗുരുവായൂർ പാസഞ്ചറിലല്ലേ കയറിയത്? ഒന്ന് ആലുവരെ ചെല്ലടാ. 10 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തുമല്ലോ.